സ്വരാജ് റൗണ്ടിലാണ്. പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് എല്ലാ വർഷവും തൃശ്ശൂരിൽ ശോഭയാത്ര ആരംഭിക്കാറുള്ളത്. അവിടെ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ അല്പസമയം മുന്നോട്ട് പോയി ഇപ്പോൾ ഏകദേശം ജോസ് തിയേറ്റർ പരിസരത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ഒരുപാട് സംഘങ്ങളായി ആണ് ഇവിടെ ശോഭയാത്രയ്ക്കായി എത്തിയിരിക്കുന്നത്. കുട്ടികളിൽ ഒരുപാട് കണ്ണന്മാരും രാധമാരും ഒക്കെ തന്നെ എൻ്റെ കൂടെയുണ്ട്, അതിനോടൊപ്പം തന്നെ എൻ്റെ പുറകിലുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതായത് ഏകദേശം 25ഓളം സംഘങ്ങളായാണ് തൃശ്ശൂർ നഗരത്തിന് പരിസരത്തുള്ള ഇടങ്ങളിൽ നിന്നുള്ള ഈ ബാലഗോകുലം ഒരുക്കിയിരിക്കുന്ന ശോഭയാത്രയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞു കുട്ടികളടക്കം, കുഞ്ഞു കൃഷ്ണന്മാരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് ഒരുപാട്. ഇപ്പോൾ ഇവരൊക്കെ വലിയ ആവേശത്തിലാണ്. കണ്ണ ഭയങ്കര ആവേശത്തിലാണല്ലോ. പാട്ടൊക്കെ പാടുക കണ്ണൻ? ഒരു പാട്ട് പാടുവോ? എന്താ കണ്ണന്റെ പേര്? ദേവാനന്ദാണ്. അപ്പോൾ ദേവാനന്ദ് അടക്കം, ദേവാനന്ദിന്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ്. ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമാണ് നമുക്ക് തൃശ്ശൂർ സ്വരാജ് റൗണ്ട് പൂർണ്ണമായും ഇങ്ങനെ നടക്കാനുള്ളത്. അതിനുശേഷം തിരികെ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് വെച്ച് തന്നെ ശോഭയാത്ര അവസാനിക്കുകയും ചെയ്യും. ഇവിടെ മാത്രമല്ല, ഗുരുവായൂരിലും അതെ ഒരുപാട് കണ്ണന്മാരുണ്ട് ആറ്റിറ്റ്യൂഡുള്ള. അതുപോലെ തന്നെ അമ്മയുടെ തോളിലേറിയ കണ്ണന്മാരും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ രാധമാരുടെ തോളിലേറിയ കണ്ണന്മാരും ഒരുപാടുണ്ട്. അങ്ങനെ വേറെ പ്രത്യേകതകളൊക്കെ തന്നെ നിറഞ്ഞ ഒരു ശോഭയാത്ര തന്നെയാണ്. നമുക്ക് കാണാനും വളരെയധികം സന്തോഷമാണ്. ഈ കുരുന്നുകളുടെ എല്ലാവരുടെയും ആ മുഖഭാവവും അവരുടെ സന്തോഷവും അവരുടെ പുഞ്ചിരിയും ഒക്കെ തന്നെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലും എല്ലാം തന്നെ ആ ഒരു ഓമനത്വം നമുക്ക് നിറഞ്ഞു തുളുമ്പും. അത്രത്തോളം നമുക്ക് സന്തോഷം നൽകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഗുരുവായൂരിലും വലിയ തിരക്കായിരുന്നു. നേരത്തെ അക്ഷയ് സൂചിപ്പിച്ച പോലെ എല്ലാ തവണയും വൈറലാവാറുള്ളതാണ് ഗുരുവായൂരിലെ ശോഭയാത്രയിലെയും അതുപോലെ തന്നെ ഗുരുവായൂർ കണ്ണൻ്റെയും ഗോപികമാരുടെയും നൃത്തവും ഒക്കെ തന്നെ. ഇത്തവണയും അതിഗംഭീരം തന്നെയായിരുന്നു. രാവിലെയായിരുന്നു അതൊക്കെ തന്നെ, ആ പരിപാടികളൊക്കെ തന്നെ അതൊക്കെ തന്നെ അവസാനിച്ചു. എന്തായാലും വളരെ ഇത്തവണത്തെ ആ ഒരു ഗുരുവായൂരിലെ കണ്ണനും രാധയും ഒക്കെ തന്നെ വളരെയധികം മികച്ച ഒരു കലാപ്രകടനങ്ങളൊക്കെ തന്നെ കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ആ ഒരു ശ്രീകൃഷ്ണ ജയന്തി ദിനം ആഘോഷം കൊണ്ടാടിയത്. എന്തായാലും തൃശ്ശൂർ നഗരത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെയും വലിയ ഒരു തിരക്ക് തന്നെയാണ് ഈ ശോഭായാത്രയിലുള്ളത്. കുട്ടിക്കുറുമ്പ് നിറഞ്ഞ കണ്ണന്മാർ, രാധമാർ, കണ്ണനായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇതിൻ്റെ ഭംഗിയാണ്. അതിമനോഹരമായിട്ട് തന്നെ നമ്മളതിങ്ങനെ കണ്ട് രസിക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെയും കുട്ടിക്കാലത്തേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദൃശ്യങ്ങളും കാഴ്ചകളൊക്കെ ഇങ്ങനെ പല ഇടങ്ങളിൽ നിന്ന് നമ്മൾ കാണുകയാണ്. എത്രമാത്രം ഓമനത്വമുള്ള കാഴ്ചകൾ, അങ്ങനെയാണ് ഇതിനെ വിശേഷിപ്പിക്കാനാവുക.